നീതി കിട്ടി. നീതി കിട്ടി, നീതി കിട്ടി, എന്റെ പൊന്നുമോന് നീതി കിട്ടി. നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന് നിലവിളി ദൈവം കേട്ട് ദൈവനീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. ഒരേ നന്ദി. വിധിയോട് നല്ല രീതിയിലുള്ള വിധിയാണ് ഉണ്ടായത്. ദൈവത്തിന് അടുത്ത സ്ഥാനം കൊടുക്കണം ജഡ്ജിക്കാണ്. പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ കിടന്ന ആന്തരികാവയവങ്ങളെല്ലാം പൊട്ടിത്തകർന്ന ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകാതെ മരിച്ച ഒരു യുവാവിൻ്റെ കുടുംബത്തിന് ഇങ്ങനെയല്ലാതെ പ്രതികരിക്കാനാകുമോ? എനിക്കവനെ കാണാൻ പറ്റാത്ത വേദനയും കൂടി ഞാൻ ഉരുകി നീറി ജീവിക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ബൈബിളും വായിച്ച് എൻ്റെ ദൈവത്തോട് ഞാൻ ഉരുകി പ്രാർത്ഥിക്കുമായിരുന്നു. വധശിക്ഷ തന്നെ കൊടുക്കണമേ ദൈവമേ. 2022 മുതൽ കണ്ണീരൊഴുക്കി നിശ്ചയദാർഢ്യത്തോടെ ഒരു കുടുംബം നടത്തിയ പോരാട്ടം കൂടിയാണ് ഇന്ന് വിജയം കണ്ടത്. ഷാരോൺ ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ സഹോദരൻ ഷിമോൺ പലവട്ടം ഗ്രീഷ്മയെ വിളിച്ചു. എന്താണ് ഷാരോണിന് കുടിക്കാൻ നൽകിയതെന്ന് ആവർത്തിച്ച് ചോദിച്ചു. ഒരു കഷായം മാത്രമെന്ന് ഗ്രീഷ്മ മറുപടി നൽകി. അധികം വൈകാതെ ഷാരോൺ മരണപ്പെട്ടു. ഷാരോണിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാതൃഭൂമി ന്യൂസ് ആദ്യ വാർത്ത നൽകി. അതിനുശേഷവും കുടുംബത്തിന് നീതി ഉറപ്പാക്കേണ്ട പാറശാല പോലീസ് ഇടപെട്ടില്ല. പിന്നാലെ കോളിളക്കം സൃഷ്ടിച്ച ജ്യൂസ് ചലഞ്ചിൻ്റേതുൾപ്പെടെയുള്ള നിരവധി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ ലോകം കണ്ടു. ഒടുവിൽ കേസന്വേഷണത്തിന് പ്രത്യേക സംഘം. ഗ്രീഷ്മയുടെ കുറ്റസമ്മതം, തെളിവെടുപ്പ്. സംഭവബഹുലമായ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഷാരോണിൻ്റെ കുടുംബം കാത്തിരുന്നു. പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ക്രൈംബ്രാഞ്ചിലോട്ട് കേസ് മാറി അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ നീതി നടപ്പായി. മരണമൊഴിയിൽ പോലും ഗ്രീഷ്മ തന്നെ ചതിക്കില്ലെന്ന് പറഞ്ഞ ഗ്രീഷ്മയെ അങ്ങേയറ്റം പ്രണയിച്ച വിശ്വസിച്ച ഷാരോൺ ഇപ്പോൾ ഈ കല്ലറയിൽ ഉറങ്ങുകയാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.